ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മെൻഡേഴ്സ്. എൻ്റെ പേര് അഡ്വക്കേറ്റ് ഹാരിസ് ഫസൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ഇടയിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, സാറേ കൾപ്പബിൾ ഹോമിസൈഡും മർഡറും, കൊലപാതകവും കുറ്റകരമായിട്ടുള്ള നരഹത്യയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ എന്നായിരുന്നു നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അതുപോലെ മറ്റെന്തെങ്കിലും ഏരിയാസിൽ നിങ്ങൾക്ക് സിമിലർ ആയിട്ടുള്ള ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. എക്സാമിന് കുറച്ച് ദിവസമേ ഉള്ളൂ, അതുകൊണ്ടാണ് ക്ലാസ്സസിലേക്ക് പോകാണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ കൾപ്പബിൾ ഹോമിസൈഡ്, മർഡർ സെക്ഷൻസും ബെയർ ആക്റ്റും ഒക്കെ എടുത്ത് കയ്യിൽ വെച്ചോളുക. 100, 101 എന്നീ സെക്ഷൻസൊക്കെയാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരിക. ബെയർ ആക്ട് നിങ്ങൾ റെഫർ ചെയ്തോളുക. ഇവിടെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാനൊരു 1 മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാൽ നടക്കുന്നൊരു കാര്യമല്ല. കാരണം നിങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാൻ കാരണം നിങ്ങളെ പഠിപ്പിക്കുന്ന ആളുകൾ ഇതേപോലെ ബെയർ ആക്ട് മാത്രം തുറന്നു വെച്ചിട്ട് അതിൽ ഉള്ളത് വായിച്ച് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പറഞ്ഞു തരാൻ ശ്രമിക്കുമ്പോഴാണ് ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ ബുദ്ധിമുട്ട് സംഭവിക്കുന്നതെന്ന് പറയുന്നു. ഓക്കെ, അപ്പം ബെയർ ആക്ടിൻ്റെ മാത്രം ഒരു അറിവ് പോലെ ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ഇതിൻ്റെ പിന്നിലുള്ള തിയററ്റിക്കലായിട്ടുള്ള നോളേജ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഇത് നിങ്ങൾക്ക് തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് കൾപ്പബിൾ ഹോമിസൈഡും മർഡറിലേക്കും നമുക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഈ പറയുന്ന കൾപ്പബിൾ ഹോമിസൈഡ് അതുപോലെ മർഡർ, ഇതിൻ്റെ രണ്ടിൻ്റെയും കണ്ടൻറ്റ്, ഇതിൻ്റെ രണ്ടിൻ്റെയും ക്വാണ്ടിറ്റി, ഇത് രണ്ടിലും ഉണ്ടാകുന്ന കോൺസിക്വൻസ് ഒന്നാണ്. നമ്മൾ ഒരാളെ കൊല്ലുന്നു, നമ്മുടെ പ്രവൃത്തി കാരണം ഒരാൾ മരിക്കുന്നു, ഇതിലെ രണ്ടിലെയും സെയിം കോൺസിക്വൻസ് ആണ്. മർഡറിലായാലും ശരി, കൾപ്പബിൾ ഹോമിസൈഡിലായാലും ശരി, കോൺസിക്വൻസ് സെയിം ആണ്. വി കോസ് ദ ഡെത്ത് ഓഫ് എ പേഴ്സൺ. ഇപ്പം എവിടെയാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം, കൾപ്പബിൾ ഹോമിസൈഡും മർഡറും തമ്മിൽ എവിടെയാണ് വ്യത്യാസം വരുന്നത്? പ്രധാനമായിട്ടുള്ള വ്യത്യാസം നമുക്കറിയാം എന്താണ്. പണിഷ്മെൻറ്റിൽ ഒരു വലിയ വ്യത്യാസം വരുന്നുണ്ട്. കൾപ്പബിൾ ഹോമിസൈഡിൻ്റെ പണിഷ്മെൻറ്റ് നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ ജീവപര്യന്തം വരെ ശിക്ഷ വരുന്നുള്ളൂ. എന്നാൽ മർഡറിലേക്ക് പോകുകയാണെങ്കിൽ ഡെത്ത് പെനാൽറ്റി വരെ ശിക്ഷ കിട്ടും. അപ്പോൾ ഒരാളെ കൊന്നാൽ എങ്ങനെ, എപ്പോഴും ഒരു അഡ്വക്കേറ്റ് ശ്രമിക്കുന്നത് ഒരു ആൾ കൊന്നു, അപ്പോൾ എങ്ങനെ ഇത് കൾപ്പബിൾ ഹോമിസൈഡാക്കി മാറ്റാം എന്നാണ് നമ്മൾ ആലോചിക്കാറുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു വ്യത്യാസം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുക, അതാണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴും ഞാൻ BNSൻ്റെ സെക്ഷൻസിലേക്ക് പോകുന്നില്ല, ഞാൻ തിയററ്റിക്കൽ ആസ്പെക്ട്സ് ഒന്ന് ക്ലിയർ ചെയ്ത് തരികയാണ്. അപ്പോൾ കൾപ്പബിൾ ഹോമിസൈഡും മർഡറും, കൾപ്പബിൾ ഹോമിസൈഡിൻ്റെ അഗ്രവേറ്റഡ് ഫോമിനെയാണ് നമ്മൾ ബേസിക്കലി മർഡർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ തെഫ്റ്റിൻ്റെ അഗ്രവേറ്റഡ് ഫോം, ഈ പറയുന്ന റോബറി എന്ന് നമ്മൾ പഠിച്ചു, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൾപ്പബിൾ ഹോമിസൈഡിൻ്റെ തന്നെ കൂടിയ ഫോമാണ് മർഡർ എന്ന് പറയുന്നത്. അപ്പോഴും നമ്മുടെ ചെറിയ ബുദ്ധിയിൽ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുമോ, ഒരാളെ കൊല്ലുന്നതിന് വരെ 2 പേരെ കൊന്നാലാണോ മർഡർ ആകുക, അല്ലെങ്കിൽ ഒരാളെ 50 കുത്തി കൊല്ലുമ്പോഴാണോ മർഡർ ആകുക? എന്നാൽ അങ്ങനെയൊന്നുമല്ല. അവിടെയും പ്രശ്നമാണ്, അത്ര സിമ്പിളല്ല. അപ്പോൾ ഇവിടെ ബേസിക്കലി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റൻഷനെയാണ് ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, എവിടെയാണ് ഇൻറ്റൻഷനെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം എന്താണ് മർഡറിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയുന്നത് ഗ്രേറ്റർ ക്രിമിനാലിറ്റി ഈസ് ഡിസ്ക്ലോസ്ഡ് ഇൻ മർഡർ. മർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ക്രിമിനൽ ഇൻറ്റൻഷൻ വളരെ കൂടുതലാണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന BNSൽ ഈ പറയുന്ന മർഡറിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് കാണാൻ സാധിക്കും, ഇൻ ഓൾ പ്രോബബിലിറ്റി, അതിനകത്തൊരു സെൻറ്റൻസ് ആണ് ഏറ്റവും അവസാനത്തെ സബ്സെക്ഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇൻ ഓൾ പ്രോബബിലിറ്റി ഹി ഡസ് ആൻ ആക്ട് ഇമിനൻ്റ്ലി ഡേഞ്ചറസ് ദാറ്റ് ഇൻ ഓൾ പ്രോബബിലിറ്റി അതായത് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തു, നമുക്കതിൽ ഇവനെ കൊന്നേ പറ്റൂ എന്നുള്ള വിചാരത്തോടു കൂടിയാണ് നമ്മൾ ആ പ്രവൃത്തി ചെയ്യുന്നത്. വി നീഡഡ് ദിസ് പേഴ്സൺ ടു ഡൈ എന്ന് പറയുമ്പോഴാണ് അത് മർഡർ ആകുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും നിങ്ങളുടെ പരീക്ഷയിലേക്ക് എത്തുന്നില്ല, പക്ഷേ ഈ ബാക്ക്ഗ്രൗണ്ട് നോളജിലൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ കൾപ്പബിൾ ഹോമിസൈഡിൽ ചിലപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും ഇയാളുടെ മരണം ആഗ്രഹിച്ചിട്ടുണ്ടാവണമെന്ന് നിർബന്ധമില്ല. എന്നാൽ മർഡറിൽ നമുക്കിവ മരിച്ചേ പറ്റൂ എന്നുള്ളൊരു ഇൻറ്റൻഷൻ വളരെയധികം ആവശ്യമാണ് എന്നുള്ളതാണ് ബേസിക്കായിട്ട് നമുക്കൊരു തിയററ്റിക്കൽ ആസ്പെക്റ്റിൽ മനസ്സിലാവുന്ന ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു താഴത്തെ ലെവലിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുക. 2 എക്സാമ്പിൾസ് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്തൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാനും ഒരാളും തമ്മിൽ വാക്ക് തർക്കത്തിൽ ഏർപ്പെട്ടു. ഞാനും ഒരാളും തമ്മിൽ ഹീറ്റഡ് ആർഗ്യുമെൻ്റാണ്, വളരെ വിഷയമായിട്ടുള്ള ഒരു സംഗതിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഓൾറെഡി നടക്കുന്ന ഒരു വിഷയത്തിനെ പറ്റിയുള്ള ചർച്ചയാണ്. അതിൽ ഇവൻ എന്നെയും എൻ്റെ കുടുംബത്തിനെയും പറ്റി വളരെ മോശമായിട്ട് പറഞ്ഞു. അതിലെനിക്ക് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ അവിടെ ചുറ്റിക ഇരിപ്പുണ്ടായിരുന്നു. ആ ചുറ്റിക വെച്ച് അവൻ്റെ തലക്കടിച്ചു, അവൻ മരിച്ചുപോയി. ഇതാണ് സിറ്റുവേഷൻ A എന്ന് പറയുന്നത്. ഇനി സിറ്റുവേഷൻ B ഇതാണ്. ഇതേപോലെ ഇതേ സാഹചര്യം ഇവനെ തെറി പറഞ്ഞു, ഇത് എൻ്റെ മനസ്സിൽ കൊണ്ടു, എന്നിട്ട് ആ സാഹചര്യം അവിടെ പോയി, എന്നിട്ട് ഞങ്ങൾ രണ്ട് വഴിക്ക് പോയി.
ഞാൻ 2 ദിവസം ഇതെൻ്റെ മനസ്സിലിട്ട് ഇങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവനെ ഞാൻ കൊല്ലാൻ തീരുമാനിച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇവനെ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. ഞാൻ അവനെ തലയ്ക്കടിച്ച് കൊന്നു. കൊന്നതിന് ശേഷം ഇവൻ്റെ ബോഡി പല പാർട്ടായിട്ട് മുറിച്ച് ഞാൻ പലയിടത്തും കൊണ്ട് കളഞ്ഞു. അല്ലെങ്കിൽ ഇവനെ തല്ലി കൊന്നു, എവിഡൻസ് എല്ലാം വായിച്ച് അവനെ കൊന്നു. ഓക്കെ, അല്ലെങ്കിൽ ഇവനെ ഞാൻ തല്ലി അങ്ങ് കൊന്നു. ഇവനെ ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തി, ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ആരും ഇല്ലാത്തപ്പോൾ ഞാൻ തലയ്ക്കടിച്ച് ഇവനെ അങ്ങ് കൊന്നു. ഈ 2 കഥ കേൾക്കുമ്പോൾ ഇതിലേതിലാണ് ഞാൻ കൂടുതൽ ക്രിമിനലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? എവിടെയാണ് എൻ്റെ ക്രിമിനൽ ഇൻറ്റൻഷൻ കൂടുതലാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഒബ്വിയസ്ലി രണ്ടാമത്തെ ഭാഗത്താണ് അല്ലേ. സെക്കൻഡ് അതാ, ഞാൻ പ്ലാൻ ചെയ്തു. അതായത് ഓക്കെ, അന്ന് അവൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ തന്നെ കിടന്നു. എനിക്ക് ഇവനെ കൊന്നേ പറ്റത്തുള്ളൂ ഞാൻ തീരുമാനിച്ചു. ഞാൻ ഇവനെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് വിളിച്ചു വരുത്തി. അവിടെ വെച്ച് ഞാൻ എൻ്റെ തലക്കടിക്കുമ്പോൾ എനിക്ക് എന്താണ് ഉദ്ദേശം? ഇവൻ മരിക്കാൻ വേണ്ടി തന്നെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നത്. മറ്റേടത്ത് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ ചുറ്റിക്കെടുത്ത് തലയ്ക്കങ്ങ് അടിച്ചതാണ്. അല്ല, എനിക്ക് പെട്ടെന്ന് ഇവനിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ദേഷ്യം ഒന്ന് ചുറ്റിക്കെടുത്ത് അടിച്ചു. ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷനിൽ ഞാൻ ചുറ്റിക്കെടുത്ത് തലയ്ക്കടിച്ചു. ഓക്കെ, അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട് അവൻ മരിച്ചു. പക്ഷേ അവിടെ ഞാൻ അത്രയ്ക്ക് ക്രിമിനലാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയി സംഭവം. അപ്പോൾ എന്നെ എന്ത് ചെയ്താൽ മതി? എന്നെ ജീവപര്യന്തം ശിക്ഷിച്ചാൽ മതി. അത് കൾപ്പബിൾ ഹോമിസൈഡാണ്. മറ്റിടത്ത് എനിക്കിത് മനസ്സിലിട്ടുകൊണ്ട് പെട്ടെന്നുണ്ടായതല്ല. എന്നെ അത് പറഞ്ഞു. ഞാനത് 2 ദിവസം മനസ്സിലിട്ട് എനിക്കിവനെ കൊല്ലണമെന്നുള്ള തലയിൽ ഞാൻ ഉറപ്പിച്ചു. ഞാൻ ആലോചിച്ചു, ആരും ഇല്ലാത്തടത്ത് വിളിച്ചു വരുത്തി ഞാൻ എന്നെ കൊന്നു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സാഹചര്യത്തിൽ നമ്മൾ ഭയങ്കര ഡിറ്റർമിനേറ്റാണ്, ഡിറ്റർമൈൻഡാണ് നമുക്കിവനെ കൊല്ലണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ തന്നെ നമുക്കൊരു ചെറിയ ഐഡിയ കിട്ടും. ഓക്കെ, കൾപ്പബിൾ ഹോമിസൈഡിനെക്കാളും കുറച്ചും കൂടെ വ്യത്യാസമുണ്ട് മർഡർ. രണ്ടിൽ ഒരാളെ കൊല്ലുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിടത്ത് അവനങ്ങ് അടിച്ചു പോയി. ഓക്കെ, വന്ന ദേഷ്യത്തിൽ അവൻ അടിച്ചു, അപ്പം മരിച്ചു പോയതാണ്. അവന് ജീവപര്യന്തം വരെ കൊടുത്താൽ മതി. ചിലപ്പോൾ അത്ര വലിയ ക്രിമിനലായിരിക്കില്ല, അവൻ പെട്ടെന്ന് നന്നാവും, പുറത്ത് വരും, പരവുള്ളൊക്കെ വന്നോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ അവൻ കൊല്ലാൻ വേണ്ടി ചെയ്തവനാ. അവൻ അത്രയും ക്രൂരനാണ് എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത്. അപ്പം ബേസിക്കലി ഇവിടുത്തെ കോൺസിക്വൻസ് അല്ലെങ്കിൽ എന്താണ് ക്വാണ്ടിറ്റി എന്നുള്ളതിലല്ല കാര്യം. അതായത് നമ്മളൊരാളെ കൊന്നു എന്നുള്ളതിനല്ല പ്രസക്തി, എങ്ങനെ അതിൻ്റെ പിന്നിലുള്ള നമ്മുടെ മാനസിക അവസ്ഥ, അതായത് മെൻസ്രിയ എന്നൊക്കെ പറയാം, എന്തിലായിക്കോട്ടെ, ക്രിമിനൽ ഇൻറ്റൻഷൻ, നമ്മുടെ ഗിൽറ്റി മൈൻഡ് എത്രത്തോളമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് കൾപ്പബിൾ ഹോമിസൈഡ് താഴ്ന്നു നിൽക്കുന്നു, മർഡർ അതിൻ്റെ മേളിൽ നിൽക്കുന്നു, എന്തുകൊണ്ട് കൾപ്പബിൾ ഹോമിസൈഡിന് ചെറിയ പണിഷ്മെൻറ്റ്, മർഡറിന് കൂടിയ പണിഷ്മെൻറ്റ് കൊടുക്കുന്നു എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ ആണ് നമുക്ക് ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് കൾപ്പബിൾ ഹോമിസൈഡ് ആണോ ഇത് മർഡർ ആണോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ വരും. അതിനൊന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, അതായത് ബെയർ ആക്ടിൽ തന്നിരിക്കുന്ന ഇല്ലുസ്ട്രേഷൻസ് അല്ല. ഇപ്പം ഈ പറയുന്ന കൾപ്പബിൾ ഹോമിസൈഡിൻ്റെ ഇടയിൽ 3 തന്നിട്ടുണ്ട്, അതങ്ങോട്ട് കാണാണ്ട് പഠിച്ചോളുക. അത് ആ സെയിം വാക്ക് സെയിം സെൻറ്റൻസ് അങ്ങനെ തന്നെ തരിക. അത് കണ്ടു കഴിഞ്ഞാൽ അത് കൾപ്പബിൾ ഹോമിസൈഡ് എന്നുകൊണ്ട് എഴുതുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. കാരണം ഞാനത് അങ്ങനെ കാണാണ്ട് പഠിക്കാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. അതായത് ഞാനൊരാളെ കൊന്നു എന്ന് ചുമ്മാ സിമ്പിൾ ഒരാൾ പറയാം. ഹാരിസ് എന്ന് പറഞ്ഞ ഒരാളെ കൊന്നു. ഇത് കൾപ്പബിൾ ഹോമിസൈഡ് ആണോ മർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഞാനൊരാളെ കൊന്നു എന്ന് സിമ്പിളായിട്ട് പറഞ്ഞത് കൊണ്ട് ഇത് കൾപ്പബിൾ ഹോമിസൈഡ് ആണോ മർഡർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ കാര്യങ്ങൾ അറിഞ്ഞാൽ അത് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ എന്തുകൊണ്ട് കൊന്നു, എങ്ങനെ കൊന്നു, ഏത് സാഹചര്യത്തിൽ കൊന്നു, ഇതെല്ലാം വരുമ്പോഴാണ് കൾപ്പബിൾ ഹോമിസൈഡ് ആണോ മർഡർ ആണോ എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഫാക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാണ്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ബേസിക്കലി ബെയർ ആക്ടിൽ നിന്നുള്ളൊരു ഫാക്റ്റ് എടുത്ത് ഫ്രണ്ടിലോട്ട് വെച്ച് തന്നിട്ട് ഇതിലേതാണ് എന്ന് ചോദിക്കുമ്പോൾ ആ കിടക്കുന്ന സിറ്റുവേഷൻ കാണാണ്ട് പിടിച്ച് അതിൽ നിന്ന് ഉത്തരം റെപ്ലിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തുള്ള മറ്റു കുറേ കൺസെപ്റ്റുകളും കൂടെ, മറ്റു തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ ഡീൽ ചെയ്യാനുള്ള കുറച്ച് ഏരിയാസും ഉണ്ട്. ആ ഏരിയാസും കൂടെ കവർ ചെയ്യുക. അതുകൊണ്ട് ആ ഇല്ലുസ്ട്രേഷൻ എങ്ങനെ കാണാണ്ട് പഠിക്കുക. ഓക്കെ, ഏതാണ് കുഴി ഉണ്ടാക്കി, കുഴിയുടെ മേളിൽ കവർ വെച്ചിരുന്നു, അതിലൊരുത്തൻ ചവിട്ടി വീണു മരിച്ചു. അവനെ കൊല്ലാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ട്രാപ്പാണ്. എന്നാൽ അത് വീണ് മരിച്ചു കഴിഞ്ഞാൽ അത് കൾപ്പബിൾ ഹോമിസൈഡേ ആവുന്നുള്ളൂ എന്നതിലൊരു ഇല്ലുസ്ട്രേഷൻ ഉണ്ട്. അതങ്ങോട്ട് കാണാണ്ട് പഠിക്കുക, അത് കൾപ്പബിൾ ഹോമിസൈഡ് ആണ് എന്നുള്ള രീതിയിൽ അതങ്ങോട്ട് കാണാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. അങ്ങനെ കാണാണ്ട് പഠിക്കാനേ അതിൽ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിൽ കൊടുക്കുന്ന 3 ഇല്ലുസ്ട്രേഷനും കൃത്യമായിട്ട് അതങ്ങോട്ട് കാണാണ്ട് പഠിച്ചോളാം. ഇത് കഴിഞ്ഞാൽ ഇതിലേക്ക് കോംപ്ലക്സിറ്റീസ് വീണ്ടും വരികയാണ്. ആ കോംപ്ലക്സിറ്റീസിലൂടെയാണ് ഞാൻ പോകുന്നത്. ആ ഡിഫറെൻറ്റ് സർക്കംസ്റ്റൻസുകൾ നമ്മളവിടെ മനസ്സിലാക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അമ്മയുടെ വയറ്റിൽ വളരുന്നൊരു കുട്ടി. ഓക്കെ, അമ്മയുടെ വയറ്റിൽ വളരുന്ന ഒരു കുട്ടി. ഈ കുട്ടിയുടെ മരണം നമ്മൾ കോസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മിസ്കാരേജ് എന്ന് പറഞ്ഞാൽ കോസിങ് മിസ്കാരേജ് എന്ന് പറയുന്ന ഒരു ഒഫൻസിലേക്കാണ് അത് ഡയറക്റ്റ് ചെയ്യുക. പക്ഷേ സപ്പോസ് ആ കുട്ടിയുടെ എന്തെങ്കിലും ഒരു അവയവം പുറത്തേക്ക്, ഇനി പാർട്ട് ദെയർ ഓഫ് എന്നാണ് പറഞ്ഞത്, എന്തെങ്കിലും ഒരു ഭാഗം, ഒരു പാർട്ട് ഫോമായ ആ ഭാഗം പുറത്തേക്ക് വരികയാണെങ്കിൽ ഒരു 3-4 മാസം കഴിയുമ്പോഴേക്കും കുട്ടിയുടെ ബോഡി പാർട്സ് ഫോം ആയി തുടങ്ങും. അപ്പോൾ അങ്ങനെ ഒരു പാർട്ട് ഫോം ആയത് പുറത്തേക്ക് വരികയാണെങ്കിൽ
പിന്നെ അത് കോസ് മിസ്കാരേജ് അല്ല, അത് കൾപ്പബിൾ ഹോമിസൈഡാണ്. ഓക്കെ, മർഡർ അല്ല വരിക, കൾപ്പബിൾ ഹോമിസൈഡാണ്. കാരണം ഫുള്ളി ഫോംഡ് ലൈഫല്ല, അമ്മയ്ക്ക് എന്തെങ്കിലും ഉപദ്രവം ചെയ്തതാണ്, അത് കുട്ടി അങ്ങനെ പുറത്തേക്ക് വന്നതാണ്, കൾപ്പബിൾ ഹോമിസൈഡിലേക്കാണ് പോകുക എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മളൊരാൾക്കൊരു മുറിവ് ഏൽപ്പിക്കുന്നു, ഹീ സഫറിങ് ഫ്രം എ ഡിസീസ്, അയാൾക്കൊരു തരത്തിലുള്ള അസുഖമുണ്ട്, ആ അസുഖം കാരണം എന്താണ് അയാളുടെ ഡെത്ത് കോസ് ചെയ്യുകയാണ്, അതായത് ആ അസുഖം അയാളുടെ മരണം ആക്സലറേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഹീമോഫീലിയ പോലത്തെ അസുഖങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഹീമോഫീലിയ പോലത്തെ അസുഖം, ഈ ഹീമോഫീലിയനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്, റോയൽ ഡിസീസ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് രാജാക്കന്മാർക്ക് പണ്ട് സ്ഥിരം വന്നുകൊണ്ടിരുന്ന അസുഖമാണ്. ഇവരുടെ ശരീരം മുറിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബ്ലഡ് ഇങ്ങനെ ഫ്ലോ ആയിക്കൊണ്ടേയിരിക്കും, ബ്ലഡ് ക്ലോട്ട് ആവുകയില്ല. ആലോചിച്ചില്ല, ബ്ലഡ് ക്ലോട്ട് ആവാൻ സഹായിക്കുന്ന ഈ പറയുന്ന നമ്മുടെ ബ്ലഡിലെ ഘടകം ഏതാണ്, ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്തായാലും ഇവർക്ക് ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാവില്ല. അപ്പോൾ ഇതിങ്ങനെ ഒലിച്ചുകൊണ്ടേയിരിക്കും ഹീമോഫീലിയ ഉള്ളവർ, എന്നിട്ട് അവർ മരിച്ചു. അപ്പോൾ ഇവന് ഹീമോഫീലിയ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാനും തമ്മിലൊരു വഴക്കമുണ്ടെന്നുണ്ട്, അടിയും മറക്കുന്നുണ്ടപ്പോൾ അവൻ്റെ കയ്യിൽ ഞാൻ ബ്ലേഡ് കൊണ്ടിരുന്നു പൊറിച്ച് വിട്ടു, കൈയുടെ ഷോൾഡറിലോ എവിടെയെങ്കിലും ചെറിയ പൊറിച്ച് വിട്ടു. പക്ഷേ ഇവന് ഹീമോഫീലിയ ഉള്ളത് കൊണ്ട് ബ്ലഡ് ഒലിച്ച് ഇവൻ മരിച്ചുപോയി. സാധാരണ ഒരു മനുഷ്യൻ അങ്ങനത്തെ സാഹചര്യത്തിൽ മരിക്കില്ല. ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിക്കുക, ഇവൻ അങ്ങ് ചാവണം, ഇവനെ കൊന്നേ പറ്റുള്ളൂ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ ചെയ്തൊരു കാര്യമാണോ? അല്ലല്ലോ. അപ്പം അതെന്താ വരിക? അത് കൾപ്പബിൾ ഹോമിസൈഡിലേക്കാണ് എന്തായാലും ഡയറക്റ്റ് ചെയ്യുക. അതാണ് അവിടെ നിങ്ങളുടെ ചിന്ത പോകേണ്ടത്, ആ ഒരു ആംഗിളിലേക്കാണ് പോകേണ്ടത്. അതുപോലെ ഇനിയിപ്പോൾ സപ്പോസ് ഞാൻ ഒരുത്തൻ്റെ കൈ വെട്ടി എന്ന് പറഞ്ഞു ഒരുത്തൻ ചാവാൻ പോകുന്നില്ല, ഇവൻ ഹോസ്പിറ്റലിൽ പോയില്ല, ഞാൻ അവനെ കൈ മുറിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയില്ല, അല്ലെങ്കിൽ ഇവനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല, അത് കാരണം ഇവൻ മരിച്ചുപോയി. അപ്പം ഡോക്ടറിനെതിരെ ഈ പറഞ്ഞ മെഡിക്കൽ നെഗ്ലിജൻസിനൊക്കെ കേസ് വരിയിരിക്കും, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ വെട്ടിയ മുറിവ് കാരണം ഒരുത്തൻ മരണപ്പെടുകയാണ്. നോർമൽ സാഹചര്യത്തിൽ മരണപ്പെടത്തില്ലായിരുന്നു, പക്ഷെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഇല്ല, അതുകൊണ്ട് അവൻ മരണപ്പെടുകയാണെങ്കിൽ അവിടെയും കൾപ്പബിൾ ഹോമിസൈഡ് എൻ്റെ തലയിലേക്ക് വരും. ഓക്കെ, അതായത് ഞാൻ മുറിച്ച മുറിവ് കാരണമാണ് അവൻ മരിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ കൾപ്പബിൾ ഹോമിസൈഡാണ് കമ്മിറ്റ് ചെയ്തത്. അവൻ്റെ കൈയാണ് ഞാൻ മുറിച്ചത്, തലയൊന്നുമല്ല. അപ്പോൾ ഇവനെ കൊല്ലണമെന്നുള്ള ഇൻറ്റൻഷനൊന്നും എനിക്ക് അതിഭീകരമായിട്ടില്ല. എനിക്ക് അവനൊരു ബോഡിലി ഇഞ്ചുറി ഉണ്ടാക്കണം, ആ ബോഡിലി ഇഞ്ചുറി ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഉണ്ടാക്കിയ ബോഡിലി ഇഞ്ചുറി കാരണം അവൻ മരിച്ചുപോയി എന്താ സംഭവിക്കുക? കൾപ്പബിൾ ഹോമിസൈഡാണ്. പിന്നെ ഗ്രീവിയസ് ആർട്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഉണ്ടാക്കിയ മുറിവിൽ അവൻ മരിച്ചു, അത് കൾപ്പബിൾ ഹോമിസൈഡായി പറയും. ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവൻ രക്ഷപ്പെട്ടേനെന്ന് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, അതെനിക്കൊരു ഡിഫൻസ് ആയിട്ട് അവൈലബിൾ അല്ല. നീ മുറിച്ചു, അതുകൊണ്ട് അവൻ മരിച്ചു, ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ഡോക്ടറിനോട് ഞങ്ങൾ വേറെ ചോദിച്ചോളാം എന്നാണ് നിയമം പറഞ്ഞു വെക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ തരത്തിലുള്ള സിറ്റുവേഷൻസ് എല്ലാം കൃത്യമായിട്ട് മനസ്സിൽ കീപ്പ് ചെയ്യുക. ഇനി ഇതേ സിറ്റുവേഷൻ വീണ്ടും കോംപ്ലിക്കേറ്റ് ചെയ്യാം. ഒരുത്തന് ഹീമോഫീലിയ ഉണ്ടെന്ന് എനിക്കറിയാം, ഞാൻ അറിഞ്ഞുകൊണ്ട് ഇതേപോലെ ഞാനൊരു മുറിവുണ്ടാക്കി. ഓക്കെ, എനിക്കറിയാം അവന് ഹീമോഫീലിയ ഉണ്ടെന്ന്. അപ്പം ഞാനൊരു ഇങ്ങനൊരു ചെറിയൊരു മുറിവുണ്ടാക്കിയാലും ബ്ലഡ് ഒലിച്ചവൻ മരിച്ചു പൊക്കോളും എന്നെനിക്കൊരു ഐഡിയ ഉണ്ട്. അങ്ങനെ ഞാൻ ഒരു ഹീമോഫീലിയ ഉള്ള ഒരുത്തൻ്റെ ഷോൾഡറിലോ കയ്യിലോ ഒരു ചെറിയ ബ്ലേഡ് ഉണ്ട്, കട്ടിട്ടു, ചോര ഒലിച്ചവൻ മരിച്ചു പോവുകയാണ്. ഇവിടെ എന്താ ഒഫൻസ് എന്ന് ചോദിച്ചാൽ കൾപ്പബിൾ ഹോമിസൈഡ് എഴുതാൻ പാടില്ല, ഇവിടെ മർഡർ. എന്താണ് എൻ്റെ അറിവ്? എനിക്കറിയാം അവന് ഈ അസുഖമുണ്ട്, എനിക്ക് അവനെ മരിച്ചേ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അവനോട് ബ്ലേഡിൽ വെറിച്ചത്. അപ്പം വേറെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാം, അയ്യോ ഹീമോഫീലിയ എന്നുള്ള അസുഖം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അറിയാണ്ട് വെട്ടിപ്പോയതാന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒഴിയാൻ. അത് നമ്മൾ പ്രീ പ്ലാനിങ് ആണ്, പ്രീ മെഡിറ്റേഷനാണ്. ഇവിടെ പ്രീ മെഡിറ്റേഷൻ വന്നു, പ്രീ പ്ലാനിങ് വന്നു, ആവശ്യമായിട്ടുള്ള മെൻ്റൽ എലമെൻ്റ് കൊണ്ട് എനിക്ക് ഇവനെ കൊല്ലണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇത് എന്തായിട്ട് വന്നു? അപ്പോൾ അവിടെ ഈ ഫാക്റ്റ് എന്തായി മാറി? അത് മർഡറായി മാറി. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണ്ടെത്തുമോ ഇല്ലയോ എന്നുള്ളത് പിന്നത്തെ കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ പോലീസുകാരെ കൊണ്ട് കണ്ടെത്താൻ പറ്റും ഇവന് ഹീമോഫീലിയ ഉണ്ടെന്ന് അവന് അറിയായിരുന്നു. ചിലപ്പോൾ അവർ അറിയത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൾപ്പബിൾ ഹോമിസൈഡിലേക്കേ പോകത്തുള്ളൂ. മനസ്സിലായോ? ഞാൻ അതാ പറഞ്ഞത്, ഫാക്ട്സ് വേണം, സിറ്റുവേഷൻ വേണം, സർക്കംസ്റ്റൻസ് വേണം, എന്തുകൊണ്ട്, മോട്ടീവ്, ഇൻറ്റൻറ്റ്, ഇതെല്ലാം വന്നു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ കൾപ്പബിൾ ഹോമിസൈഡ് ആണോ മർഡർ ആണോ എന്നുള്ളത്. അത് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇത്ര മാത്രമല്ല, ഇനിയും കോംപ്ലക്സ് ആകാൻ പോവുകയാണ്, ഇനിയും കാര്യങ്ങളിലേക്ക് കിടക്കാൻ പോവുകയാണ്. മർഡർ ഞാൻ ഓൾറെഡി പറഞ്ഞു. മർഡർ എന്താണ്? മർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ കൊല്ലുകയാണ്. ഓക്കെ, ചുമ്മാ സിമ്പിളായിട്ട് പറയുകയാണ്, എ ഷോട്ട് ബി ഡെത്ത്, എ ബീനെ വെടിവെച്ച് കൊന്നു. ഇതെന്താണ് ഒഫൻസ് എന്ന് വെച്ചാൽ എ വെടിവെച്ച് കൊന്നു, അത് മർഡറാണ്. അങ്ങനെയാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇല്ലുസ്ട്രേഷൻ തന്നിരിക്കുന്നത്. എന്നാൽ ആ ഇല്ലുസ്ട്രേഷൻ കൊണ്ട് ഇത് എക്സ്പ്ലെയിനബിൾ അല്ല. പക്ഷേ അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ബെയർ ആക്ടിൽ അങ്ങനെ ഇല്ലുസ്ട്രേഷൻ തന്നിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഡയറക്റ്റ്ലി അതങ്ങോട്ട് എഴുതുക, അത് മർഡറാണെന്ന് എഴുതുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് വരുന്ന എക്സാമ്പിൾസുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം കൂടെ ഞാനിപ്പോൾ ചെയ്തുതരാം. ഞാൻ നോട്ട് എടുത്ത് വെച്ച് പഠിപ്പിക്കുകയല്ല, എൻ്റെ മനസ്സിലുള്ളത് ഞാൻ കണ്ട ഒരു കട്ട് പോലും ഇല്ലാണ്ടൊരു ഫ്ലോയിൽ നിങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മിസ്റ്റേക്ക് ഒന്നും വരില്ല, കാരണം എനിക്ക് ഉറപ്പാണ് എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോളാം. ഇനി മർഡറിൻ്റെ അകത്ത് വരുന്ന കുറേ കൺസെപ്റ്റാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ലോ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു സേയിങ് ഉണ്ട്. ഓക്കെ,
ഓൾ മർഡേഴ്സ് ആർ കൾപ്പബിൾ ഹോമിസൈഡ് ബട്ട് ഓൾ കൾപ്പബിൾ ഹോമിസൈഡ് ആർ നോട്ട് മർഡർ. ഇത് ഈ പറയുന്ന സിലോജിസം ഒക്കെ വരയ്ക്കാൻ അറിയാവുന്നവർക്ക് ആ കൺസെപ്റ്റ് ഈസി ആയിട്ട് മനസ്സിലാവും. ഇനിയിപ്പോൾ അത് മനസ്സിലായില്ലെങ്കിലും അതവിടെ വയ്ക്കുക. മർഡറിൽ കൾപ്പബിൾ ഹോമിസൈഡ് ഉണ്ട്, കൾപ്പബിൾ ഹോമിസൈഡ് എല്ലാം മർഡർ ആവണമെന്നില്ല. കാരണം കൾപ്പബിൾ ഹോമിസൈഡ് ചെറിയ കാര്യമല്ലേ, അപ്പോൾ അത് മർഡർ ആവണമെന്നില്ല. പക്ഷേ മർഡറിലെല്ലാം കൾപ്പബിൾ ഹോമിസൈഡ് ഉണ്ട്. നമ്മളൊരാളെ കൊല്ലുമ്പോൾ ഫസ്റ്റ് അത് കൾപ്പബിൾ ഹോമിസൈഡായിട്ട് തന്നെയാണ്, മിനിമം കൾപ്പബിൾ ഹോമിസൈഡാണ്. പിന്നെ അതിൽ നമ്മുടെ ഇൻറ്റൻഷനും മോട്ടീവും എല്ലാം റോങ് ആണ്, ഭയങ്കര കൂടിയതാണെന്ന് വരുമ്പോൾ അതെന്തായി മാറുകയാണ്, മർഡറായി മാറുകയാണ്. അപ്പോൾ ഇതിനെ വിളിക്കുന്നൊരു പേര്, ശരിക്കും കൾപ്പബിൾ ഹോമിസൈഡിനെ വിളിക്കുന്ന പേര് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ. അതുപോലെ മർഡറിനെ വിളിക്കുന്നൊരു പേര് എന്താണ്, കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ. നിങ്ങൾ BNSന്റെ വേറെ ആക്ട് വായിക്കുമ്പോൾ അങ്ങനെ ഒരു ഏരിയ കാണും, വായിക്കുമ്പോൾ മനസ്സിലാവില്ല എന്ന് വിചാരിക്കും. ഇതാണ് മനസ്സിലാവാത്തത്, ഇത്രയേ ഉള്ളൂ, മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. കൾപ്പബിൾ ഹോമിസൈഡ് എമൗണ്ടിങ് ടു മർഡർ എന്ന് പറഞ്ഞാൽ മർഡറാണ്. കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൾപ്പബിൾ ഹോമിസൈഡ് തന്നെയാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സിമ്പിളാണ് ആ കൺസെപ്റ്റ്. ആ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്നു, അതുകൊണ്ടാണ്. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. അതായത് മർഡറിൻ്റെ അകത്ത് കുറച്ച് എക്സെപ്ഷൻസ് കൊടുക്കുന്നുണ്ട് അല്ലേ, മർഡറിൻ്റെ അകത്ത് കുറച്ച് എക്സെപ്ഷൻസ് കൊടുക്കും. ചില സാഹചര്യങ്ങളിൽ നമ്മൾ ആളുകളെ കൊന്നു കഴിഞ്ഞാൽ കൊലപാതകമല്ല എന്നല്ല, ക്രൈം അല്ല എന്നല്ല പറയുന്നത്, ഇത് കൊലപാതകമല്ല, മർഡർ അല്ല, ഇത് കൾപ്പബിൾ ഹോമിസൈഡ് ആയിരിക്കും എന്ന് ഈ പറയുന്ന 101 എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളാണ് നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ, നമ്മൾ ആദ്യമേ പറഞ്ഞ എക്സാമ്പിൾ ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ. നമുക്കുണ്ടായ ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ നമ്മളൊരാളെ കൊന്നു കഴിഞ്ഞാൽ അത് മർഡർ അല്ല, അത് കൾപ്പബിൾ ഹോമിസൈഡായിട്ട് കുറച്ച് കൊടുക്കും എന്ന് 101 എക്സെപ്ഷനിൽ പറയുന്നുണ്ട്. കാരണം അവനുണ്ടായ ഒരു ഗ്രേവ് പ്രൊവോക്കേഷനിൽ അവൻ പെട്ടെന്ന് അറിയാണ്ട് ചെയ്തു പോയൊരു കാര്യമാണ്. സോ എന്താണ്, അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തത്, അറിയാണ്ടല്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ആ ഗ്രേവർ ക്രിമിനൽ ഇൻറ്റൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രേവർ ക്രിമിനൽ ഇൻറ്റൻഷൻ ഇല്ല, ഇവനെ പെട്ടെന്ന് നന്നാക്കി എടുക്കാനൊക്കെ പറ്റുന്ന ഒരാളാണ്. ഓക്കെ, അത്രയും സിവിയറിറ്റി ഇതിൽ പറയാനില്ല ഇൻറ്റൻഷനിൽ എന്നുള്ളത് കൊണ്ട് അത് കുറച്ച് കൾപ്പബിൾ ഹോമിസൈഡാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വരുന്നതാണ് സഡൻ ഫൈറ്റ്, പെട്ടെന്നുണ്ടായ ഫൈറ്റ്. ഇപ്പോൾ ബാറിൽ ഉത്സവത്തല്ല് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്, അതാണ് സഡൻ ഫൈറ്റ്. എങ്ങനെ എവിടുന്ന് അടികൂട്ടി ഒന്നും മനസ്സിലായി, അങ്കമാലി ഡയറീസിലേക്ക് കാണിക്കുന്ന കണ്ടിട്ടില്ലേ, ബാറിൽ ഇരുന്ന് തല്ലുണ്ടാകുന്നത്. എങ്ങനെ തുടങ്ങി എവിടെ തുടങ്ങി എന്നൊരു ഐഡിയ ഉണ്ടാവില്ല. ഇറ്റ്സ് എ സഡൻ ഫൈറ്റ്. അപ്പോൾ ആ ഫൈറ്റിൽ നമ്മൾ ഭയങ്കര ക്രൂവലായിട്ടുള്ള ഒരു അബ്നോർമൽ രീതിയിൽ നമ്മൾ പെരുമാറിയിട്ടില്ല. അടിയിടി നടക്കുന്നതിനിടയിൽ കൊലപാതകം നടന്നു പോയതാണെങ്കിൽ അവിടെയും കൾപ്പബിൾ ഹോമിസൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് എന്ത് കുറയ്ക്കാൻ പറ്റും, ഡെത്ത് പെനാൽറ്റി കുറയ്ക്കാൻ, അതിനാണ് കൾപ്പബിൾ ഹോമിസൈഡിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ട് കൾപ്പബിൾ ഹോമിസൈഡിലേക്ക് വരും, നമുക്ക് കൾപ്പബിൾ ഹോമിസൈഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ ഞാൻ പറഞ്ഞു, സഡൻ ഫൈറ്റ് ഞാൻ പറഞ്ഞു. അതുപോലെ എക്സീഡിങ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ്. നമുക്കൊരു പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്, നമ്മളൊരുത്തൻ തല്ലാൻ വന്നാൽ നമുക്ക് അവനെ തള്ളി മാറ്റാനും തിരിച്ചു തല്ലാനും ഒക്കെയുള്ള അധികാരം നമുക്കുണ്ട്. നമ്മളിത് എക്സീഡ് ചെയ്താലോ, നമ്മളൊരുത്തൻ എന്താണ് മൂക്കി പിടിച്ച് വലിക്കാൻ വന്നു, അപ്പോൾ എന്ത് ചെയ്തു, നമുക്കത് മൂക്കി പിടിച്ച് വലിക്കാൻ വരുന്ന കണ്ട് നമ്മളത് തടഞ്ഞിട്ട് നമ്മളിത് കത്തി എടുത്തോടെ നെഞ്ചത്ത് കുത്തി. അതായത് അവൻ എന്നെ മൂക്കി പിടിക്കാൻ വന്നോടാണ് ഞാൻ നെഞ്ചെടുത്ത് കുത്തിയത്, അല്ലെങ്കിൽ അവൻ എന്നെ ഇടിച്ചു, അതോടെ ഞാൻ രണ്ടാമത് ഇടിക്കും മുന്നേ കൈ പിടിച്ചിട്ട് നെഞ്ചത്ത് കത്തിയെടുത്ത് കുത്തിയത് എന്ന് പറഞ്ഞാലോ. ഇവിടെ പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്, അവനെ തള്ളി മാറ്റാം, വേണമെങ്കിൽ ഒരു വടിയെടുത്ത് അവനെ കാലിലടിക്കുക, വേണമെങ്കിൽ 2 അടിയൊക്കെ കൊടുത്ത് വിടായിരുന്നു. കത്തിയെടുത്ത് നെഞ്ചത്ത് കുത്താനുള്ള പ്രൈവറ്റ് ഡിഫൻസ് നമുക്കുണ്ടോ? ഇല്ല. അത് എക്സീഡിങ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ആയി. പ്രൈവറ്റ് ഡിഫൻസ് എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് പറ്റും, അതും കൾപ്പബിൾ ഹോമിസൈഡ്. ഇവിടെ ഞാനായിട്ട് പോയിട്ട് തല്ലുണ്ടാക്കിയതല്ല, അവൻ വന്ന് എന്നെ തല്ലിയതാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഞാൻ ഡിഫൻസ് ഉപയോഗിച്ചതാണ്, പക്ഷേ കൂടിപ്പോയി, അത് പ്യൂണിറ്റീവായി പോയി, എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് അധികം വന്നു, അപ്പോൾ ഞാൻ നെഞ്ചത്ത് കുത്തി കൊല്ലുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അവിടെ എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ്. ഞാനായിട്ട് ഇവനെ കൊല്ലണമെന്ന് പ്ലാൻ ചെയ്ത് വന്നതല്ല, ഇവനെ കൊല്ലാനുള്ള ഇൻറ്റൻഷൻ ഇല്ല, ഞാൻ നെഞ്ചെടുത്ത് കുത്തിക്കൊന്നതാണ്. ശരി, ഇനിയും കോംപ്ലക്സ് ആക്കാൻ പറ്റും. സപ്പോസ് ഞാൻ വീട്ടിൽ നിന്ന് എന്നെ ഡെയിലി ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു എന്നെ പിടിച്ച് തല്ലാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിൽ നിന്ന് കത്തി എടുത്ത് അരയിൽ വെച്ചോണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാം. ഇന്ന് അവൻ എന്നെ തല്ലിയ ഞാൻ അവനെ നെഞ്ചത്ത് കുത്തും, അല്ലെങ്കിൽ കഴുത്ത് ഞാൻ അറക്കും എന്ന് തീരുമാനിച്ച് ഞാൻ വരികയാണ്. എന്നിട്ട് മാർക്കറ്റിൽ വെച്ച് ഇവൻ വന്ന് എൻ്റെ തലയ്ക്ക് ഒരു അടി അടിച്ചു, ആ ദേഷ്യം അപ്പം എന്ത് ചെയ്തു, ഞാൻ ഈ കത്തി എടുത്ത് അവൻ്റെ കഴുത്ത് മുറിച്ചു. ഓക്കെ, ഇങ്ങനെയാണ് സ്റ്റോറി തരുന്നതെങ്കിൽ ഇത് കൾപ്പബിൾ ഹോമിസൈഡിൻ്റെ അടിയിൽ എഴുതാൻ പറ്റുമോ? പറ്റില്ല. ഇത് മർഡറിലേക്ക് പോവുകയാണ് വീണ്ടും. എന്തുകൊണ്ടാണ്? പ്രീമെഡിറ്റേഷൻ അല്ല, ഞാൻ മുന്നേ പ്ലാൻ ചെയ്ത് വരിക, കത്തിയും ബാക്കിൽ വെച്ചുകൊണ്ട് വരിക. എന്തിനാ? ഇവനെ കൊല്ലാനായിട്ട്. എങ്ങനെ ഇന്ന് അവനെ തലക്കടിച്ചാൽ ഞാൻ എൻ്റെ കഴുത്ത് മുറിക്കും. ഇവിടെ പ്രൈവറ്റ് ഡിഫൻസ് അല്ല, പ്രീമെഡിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ പ്രൈവറ്റ് ഡിഫൻസിൻ്റെ അപ്പുറത്തേക്ക് പോകും എന്നുള്ളതാണ് അടുത്ത പ്രശ്നം. അപ്പം ഇന്ന് അവനെ തലക്കടിച്ചാൽ ഞാൻ കഴുത്തിൽ കത്തി കൊണ്ട് മുറിക്കും, അവന് വീട്ടിൽ നിന്ന് കത്തിയൊക്കെ കൊണ്ട് ഞാൻ സെറ്റായിട്ട് വന്നിരിക്കുക. ഇത് എക്സീഡിങ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ഇതിൻ്റെതായിട്ട് അടുത്തൊരു കൺസെപ്റ്റ് ഉണ്ട്, ഡെത്ത് ബൈ കൺസെൻറ്റ്.
അതായത് ഫോർ എക്സാമ്പിൾ വില്ലൻ പടം എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ ഒരു പടം, അത് മഞ്ജു വാര്യറിനെ മോഹൻലാൽ കൊല്ലുന്നുണ്ട്. മഞ്ജു വാര്യറിന് സിവിയർ പെയിന് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം വിഷം കുത്തി വെച്ചിട്ട് കൊല്ലുകയാണ്. അപ്പം ഇതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൺസെൻറ്റ് പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ കൺസെൻറ്റ് ക്ലാസ് ഞാൻ തന്നെ എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ കൺസെൻറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ്, നമുക്ക് ഡെത്ത് കോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ത് കൊടുക്കാൻ പറ്റില്ല, കൺസെൻറ്റ് കൊടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് ഒന്നും കൂടെ പോയി റെഫർ ചെയ്ത് നോക്കിയാൽ മതി. കൊല്ലാനുള്ള കൺസെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ മേഴ്സി കില്ലിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ മേഴ്സി കില്ലിംഗ് ഇല്ല. പാസീവ് യുത്തനേഷ്യയേ ഉള്ളൂ, ആക്റ്റീവ് യുത്തനേഷ്യ ഇല്ല. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്നെ കൊന്നോ എന്ന് പറഞ്ഞ് എനിക്ക് ഒരുത്തിന് കൺസെൻറ്റ് കൊടുത്ത് എന്നെ കൊന്നു കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും, അവൻ എന്തായാലും ജീവപര്യന്തം ശിക്ഷിക്കാനുള്ള കൾപ്പബിൾ ഹോമിസൈഡിൽ അവൻ അകത്ത് പോകും എന്നുള്ളതാണ് അവൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള സെനാരിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു പോയിന്റാണ് എക്സീഡിങ് ദ ലോഫുൾ എക്സർസൈസ് ഓഫ് പവർ. അതായത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പോവാണ്. അറസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറസ്റ്റിൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്, അതിൻ്റെ പ്രൊസീജിയറിൽ പഠിക്കുന്നുണ്ട് എന്താണ്, നിങ്ങൾക്ക് യു ക്യാൻ യൂസ് ദ നെസസറി ഫോഴ്സ്, ആവശ്യമായിട്ടുള്ള ഫോഴ്സ് ഉപയോഗിക്കാം അവൻ റെസിസ്റ്റ് ചെയ്യുമ്പോൾ എന്ന്. അപ്പോൾ നമ്മളെന്താണ്, അറസ്റ്റിന് വേണ്ടി നമ്മളിപ്പോൾ കുറേ ആളുകൾ കൂടി നിൽക്കുകയാണ്, അതിൽ നിന്ന് ഇവിടെ പിടിച്ചു വലിച്ചുകൊണ്ട് വരുന്നതിനിടയിൽ കഴുത്ത് ചിലപ്പോൾ സ്നാപ്പായി പോയിട്ട് ഇവൻ മരിച്ചുപോയി. ഇവിടെ അതായത് ഇദ്ദേഹത്തിന് ഇവനെ കൊല്ലാൻ വേണ്ടി പോയതല്ല, ഇവനെ നേരത്തെ എനിക്ക് അറിയത്ത് പോലുമില്ല. വാറണ്ട് കിട്ടി ഞാൻ ഇവനെ അറസ്റ്റ് ചെയ്യാൻ പോയിട്ട് വലിച്ചുകൊണ്ട് വരുന്നതിനിടയിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളുമായി പിടിച്ചു വലിക്കല് കഴുത്ത് വളഞ്ഞു പോയി മരിച്ചു പോയതാണ്. ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതും എന്താണ്, ഈ പറയുന്ന പോലെ ഇവിടെ കേസ് വരില്ല എന്നല്ല, ഇവിടെ എന്ത് വരും, ഇവിടെ കൾപ്പബിൾ ഹോമിസൈഡിൻ്റെ അത് ട്രയൽ നടക്കും എന്നുള്ളതാണ് എൻ്റെ സംഭവം. ശിക്ഷിക്കുമില്ല, അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇവിടെ കൾപ്പബിൾ ഹോമിസൈഡിന് കേസ് എടുക്കാൻ പറ്റുന്ന ഒരു വകുപ്പാണ്. പക്ഷെ അത് മർഡറിലേക്ക് പോവില്ല. എവിടെ വരും, എക്സീഡിങ് ദ ലോഫുൾ എക്സസൈസ് ഓഫ് പവറിൽ നമ്മളൊരാളുടെ മരണം കോസ് ചെയ്യുകയാണെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ട്രയൽ നടക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റാണ്. എന്നാൽ കസ്റ്റഡി കൊണ്ടുപോയി ഒരുത്തനെ കൊന്നാലോ, ഒരുത്തനെ അറസ്റ്റ് ചെയ്തു സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ വെച്ച് അടിച്ച് അവൻ മരിച്ചു, ഇത് മർഡർ ട്രയലാണ് നടക്കുക എന്ന് പറയുന്നത്. മനസ്സിലാവും? അതായത് സ്റ്റേഷനിൽ കൊണ്ട് ചടിക്കാനുള്ള പവറുണ്ടോ, അങ്ങനെ ഒരു പവറുണ്ടോ, ആ പവർ എക്സീഡ് ചെയ്ത്, അതായത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി തല്ലി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. അവൻ തല്ലി ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനിടയിൽ അവൻ മരിച്ചുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സീഡിങ് ദ ലോഫുൾ എക്സസൈസ് ഓഫ് പവർ അല്ല, അവിടെ ലോഫുൾ ആയിട്ട് അങ്ങനെ ഒരു പവർ ഇല്ല. അപ്പോൾ അതിന് എക്സീഡിങ് നമ്മൾ എന്ത് ചെയ്ത എക്സീഡിങ് ദ പവറാണോ നമ്മൾ ചെയ്തത്, അങ്ങനെ ഒരു പവറേ ഇല്ല. അപ്പോൾ അതെന്താണ്, അൺലോഫുൾ ആക്ടിവിറ്റിയാണ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എന്താണ്, മർഡറിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാം. അപ്പോൾ ഈ 5 സർക്കംസ്റ്റൻസിലും ഒരു മർഡറിൻ്റെ എക്സെപ്ഷനാണ്. ഈ 5 സാഹചര്യങ്ങളിൽ എന്താണ് ഈ പറയുന്ന മർഡറല്ല, ഈ സാഹചര്യത്തിലൊക്കെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ ഇത് കൾപ്പബിൾ ഹോമിസൈഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഓർത്തിരിക്കുക. ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവക്കേഷൻ, സഡൻ ഫൈറ്റ്, എക്സീഡിങ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫെൻസ്, ഡെത്ത് ബൈ കൺസെൻറ്റ്, അതായത് എക്സീഡിങ് ദ ലോഫുൾ എക്സസൈസ് ഓഫ് പവർ. ഈ 5 സാഹചര്യങ്ങളിൽ നമ്മൾ ഒരാളെ കൊല്ലുകയാണെങ്കിൽ അത് കൾപ്പബിൾ ഹോമിസൈഡ് ആകും എന്ന് ഈ മർഡറിൻ്റെ എക്സെപ്ഷൻ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പണിഷ്മെൻറ്റിൻ്റെ വ്യത്യാസം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിരുന്നു അല്ലേ. പണിഷ്മെൻറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൾപ്പബിൾ ഹോമിസൈഡിന് ജീവപര്യന്തേ കിട്ടത്തുള്ളൂ. ഈ പറഞ്ഞ മർഡറിനാണെങ്കിൽ ഡെത്ത് പെനാൽറ്റി വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ട് നോട്ടുകളോ കാര്യങ്ങളോ ഒന്നും കാണിക്കാണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ടും കുറച്ച് ഇല്ലൂസ്ട്രേഷൻസും ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് ഇത്രയും നല്ല രീതിക്കാണ് പറഞ്ഞു തരാൻ സാധിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ വീണ്ടും നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പറ്റിയാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നോട്ട്സും കാര്യങ്ങളും ഒക്കെ വെച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു ഇല്ലൂസ്ട്രേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിക്കാം. മറ്റെന്തെങ്കിലും ഏരിയാസിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് താഴെ കമൻറ്റ് ചെയ്ത് പോരുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ വാട്സപ്പ് ചാനലിൽ കൃത്യമായിട്ട് ജോയിൻ ചെയ്ത് പോരുക. അപ്പോൾ ഞാൻ ഈ എടുത്തത് കംഫർട്ടബിൾ ആണ്, ഒറ്റ ഫ്ലോയിലാണ് എടുത്തത്, അത് കംഫർട്ടബിൾ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.